ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് കുട്ടികൾ കൂടുതലായിട്ട് പോകുന്നു. കേരളത്തിന് പുറത്തെന്ന് പറയാൻ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നു. മറ്റു ചില കമ്പനികൾ തന്നെ വ്യവസായം ഇവിടെ തുടങ്ങാൻ മടിച്ച് വേറെ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പിറന്ന നാടിന് വേണ്ടി മണ്ണിന് വേണ്ടിയുള്ള പരിശ്രമം. അതിൽ എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്? ഞാനിപ്പോൾ സഫീർ നജ്മുദ്ദീൻ എന്ന് പറയുന്ന ഒരു ടാൽറോപ്പിന്റെ ഒരു സിഇഒ, ഒരു 1 man ഷോ അല്ല ടാൽറോപ്പിനെ സംബന്ധിച്ചിടത്തോളം. 7 ഡയറക്ടേഴ്സ് ആണ് ടാൽറോപ്പിന്റെ ഡയറക്ടേഴ്സ്. ഒരു 1000-ഓളം പേരടങ്ങുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇവർ എല്ലാവരും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരു സംവിധാനം ഈ ലോകത്ത് ഒന്നും ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ എന്തല്ല ആകാശത്ത് നിങ്ങൾ പൊട്ടി വീണതല്ല. ഇതിന്റെ പിന്നിലെല്ലാം വലിയ വലിയ ഇനിഷ്യേറ്റീവ്സ് നടന്നിട്ടുണ്ട്. ലോങ് ടൈമാണ് റിസൾട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, പെട്ടെന്ന് റിസൾട്ടും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആസ് എ ടാൽറോപ്പ് സിഇഒ ഞാൻ വിശ്വസിക്കുന്ന സംവിധാനം ഒരു ടീം മുഴുവൻ, ഇന്നിപ്പോൾ കോളേജുകളിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കോളേജുകളിൽ നമുക്ക് പറയാൻ പറ്റി ഇവിടെ ഇങ്ങനൊരു മാറ്റം വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. അവരുടെ ഇന്ന കാര്യങ്ങളിലൂടെ നമ്മൾ വന്നു, ഇന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇനി എന്ത് എക്സ്ക്യൂസ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവരും റിയലൈസ് ചെയ്യുന്നത് ശരിയാണ്, ലോകം ഇങ്ങനെയാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിത് ചെയ്താൽ വരും. അപ്പോൾ ടാൽറോപ്പിന്റെ സിഇഒ ആയിട്ട് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം ഇത് നടക്കും എന്നുള്ളതാണ്. അതേ ആശയം വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം നമുക്കൊപ്പം നിൽക്കുമ്പോഴേക്കും അപ്രാപ്യമായിട്ടൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ടീമാണ് ടാൽറോപ്പിന്റെ വലിയ വിജയത്തിന് ഒരു കാരണം അല്ലേ?